ഇംഗ്ലണ്ടിൽ പിറന്ന എൻഫീൽഡ്, ആണധികാരത്തിന്റെ ചിഹ്നമായ എൻഫീൽഡ്, അത് ജനിച്ച ഇംഗ്ലണ്ടിൽ അവസാനിച്ചു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം വികസിച്ച മോട്ടോ ടെക്നോളജി കൂടുതൽ ലൈറ്റ് വെയ്റ്റായ ബൈക്കുകളുടെ യുഗത്തിലേക്ക് ഇംഗ്ലണ്ടിനെയും യൂറോപ്പിനെയും കൊണ്ടുപോയി. ആ വെല്ലുവിളി മറികടക്കാൻ എൻഫീൽഡിനായില്ല. റെഡിച്ചിലെ അവരുടെ ആദ്യ പ്ലാന്റ് അടച്ചു. താമസിയാതെ ഇംഗ്ലണ്ടിലെ അടുത്ത പ്ലാന്റും പൂട്ടി. ഇന്നൊവേഷന്റെ അഭാവം, ലേബർ ഇഷ്യൂസ്, ബൈക്ക് ബ്രാൻഡുകളുമായുള്ള കോമ്പറ്റീഷൻ. ബ്രിട്ടീഷ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 1971 ഒറിജിനൽ എൻഫീൽഡ് സൈക്കിൾ കമ്പനി പൂർണ്ണമായും പ്രവർത്തനം നിർത്തി. പക്ഷേ കരുത്തിനെ സ്നേഹിക്കുന്ന ഇന്ത്യൻ മനസ്സുകൾക്ക് ബുള്ളറ്റിനെ ഒഴിവാക്കാനാകുമോ? ഇംഗ്ലണ്ടിൽ പൂട്ടിയപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറം ഇന്ത്യയിൽ റോയൽ എൻഫീൽഡ് അതിൻ്റെ യാത്ര തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സൈന്യത്തിന് ബുള്ളറ്റ് നിർമ്മിക്കാനായി തുടങ്ങിയ മദ്രാസിലെ തിരുവട്ടിയൂർ പ്ലാന്റിൽ നിന്നും ഇന്ത്യയാകെ റോയൽ എൻഫീൽഡ് എത്തിത്തുടങ്ങി. ഇംഗ്ലണ്ടിൽ നിന്നും കടൽ കടന്ന് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ എത്തുമ്പോഴും എൻഫീൽഡ് എന്ന ബ്രാൻഡ് അതിൻ്റെ കുലമഹിമയും ജീനിലെ ആഭിജാത്യവും കൈമോശം വരാതെ സൂക്ഷിച്ചു വെച്ചു. സമൂഹത്തിലെ ഉന്നതരായ ബലവാന്മാരായ ആളുകൾക്ക് ചേരുന്ന വാഹനമെന്ന ഖ്യാതി എൻഫീൽഡ് അങ്ങെടുത്തു. 1980-കളായപ്പോഴേക്ക് കേരളത്തിൽ ഉൾപ്പെടെ പോലീസ് എന്ന അധികാരത്തിന്റെ അപരനാമമായി ബുള്ളറ്റ് മാറുന്നു. അന്നത്തെ സംഘർഷ സ്ഥലങ്ങളിലും ചീട്ടുകളി ഏരിയകളിലും മറ്റും ബുള്ളറ്റിന്റെ ആ ഹുങ്കാര ശബ്ദം നിയമം കാക്കി യൂണിഫോം അണിഞ്ഞ് പാഞ്ഞു വരുന്നതിന്റെ അടയാളമായി. തിരശ്ശീലകളിൽ ഇരുമ്പിന്റെ കാഠിന്യമുള്ള നായകന് പൂർണ്ണത വരണമെങ്കിൽ ബുള്ളറ്റ് വേണമെന്നായി.